അച്ചാനങ്ങ് എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേറ്റു. രാവിലെ ആദ്യം വന്നയാളാ. ഇവിടെ വന്നതേ പരിശുദ്ധാത്മാവെ എന്നെ തൊടണേന്ന് തീരുമാനിച്ചു വന്നയാളാ. ആണോ? ആണോ? അല്ലേ? വാ തുറന്ന് പറയണം. വേറൊന്നും കൊണ്ടല്ല. തലയാട്ടിയാൽ യെസ് എന്നും ആകാം, നോ എന്നും ആകാം. അതാണ് പ്രശ്നം. നമ്മുടെ ആൾക്കാർ യെസ് കേൾക്കത്തില്ല, നോ മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മുടെ ആൾക്കാരെന്തോ അതിനെ എന്ത് ചെയ്യും? കണ്ണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് യെസ് ഓർണോ പറയും. എന്നിട്ട് ഞാനിവിടെ വന്ന് ഇന്നപ്പം തന്നെ, ഇന്ന് രാവിലെ അച്ഛൻ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടു. കണ്ട പാടെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ബാബു എന്നാണോ പേരെന്ന് ചോദിച്ചു. അല്ലേ? കറക്റ്റ്. ബാബു തന്നെയായിരുന്നു പേര്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറ്റും. വന്നത് കേരളത്തിൽ നിന്നല്ല, ഹൈദരാബാദിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആണോ? അതെ അതെ അതെ. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഇന്നത് നിങ്ങളുടെ മേൽ വീണിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നു. കർത്താവ് എന്നോട് പറയാൻ പറയുന്നു, 3 വിഷയത്തിന്റെ മേൽ ഇന്നൊരു മറുപടിയുണ്ട്. ഒരു തലമുറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തിന് മേൽ ഒരു മറുപടി ഉണ്ടാകാം. മകനുണ്ടോ? എന്തോ ചെയ്യുന്നു? അവന് ജോലിയും ചെയ്യുന്നുണ്ട്, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചർച്ചുണ്ടോ? ഉണ്ട്. അവിടെ ഒരു ചർച്ച് കാണിച്ചു. ചർച്ചുണ്ട്. അച്ഛാ ശ്രദ്ധിച്ചോ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളോട് നോക്കിയേ. ലൈലയാരാ? വൈഫ്, ഭാര്യ. എന്നെ നമുക്ക് ഹൈദരാബാദിന് പോവാം. ഞാൻ വരട്ടെ? ഓക്കെ. ഞാൻ ഇതുവരെ ഹൈദരാബാദ് കണ്ടിട്ടില്ല. വരട്ടെ? ഓക്കെ. പ്രോപ്പർ ഹൈദരാബാദ് അല്ലിത്. ഹൈദരാബാദിൽ കുറച്ചുകൂടെ പോകണം. സെക്കൻഡറാബാദ് അങ്ങനെ കുഴക്കരുത്. സെക്കൻഡറാബാദ് ഞാൻ കാണുന്നൊരു കാഴ്ച. സെക്കൻഡറാബാദിൽ നിന്ന് എന്തൊരു ഗ്രാമമാണോ ഇത്? ഗ്രാമപ്രദേശം. ഞാൻ ഗ്രാമമാണ് കാണുന്നത്. ഗ്രാമപ്രദേശമാണ്. ഒരു ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തുവാ? വീടിന് വിമാൻപുരി എന്നാണ് നമ്മുടെ ഏരിയയുടെ പേര്. വേറൊരു പേര് കാണിക്കുന്നല്ലോ. ഏതാണ്ടൊരു ചേർത്ത് അന്നേരം പോലെ കാണും. എനിക്കൊന്നും മനസ്സിലായി. ഞാൻ അങ്ങനെ സ്ഥലം കാണിച്ചിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ മകൻ 2 പിള്ളേരാണോ? അതെ. മകള് 2 പിള്ളേരാണോ? അതിൽ ഈ മകനുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. മകളുമായി ബന്ധപ്പെട്ട് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാ. മകളെ ദൈവം ഒരു യാത്രയ്ക്ക് ഒരുക്കാൻ പോവാന്നതിനോട് കർത്താവ് പറയാൻ പോകും. ഇതെങ്ങനെ ഇത് ശരിയാകും? ഞാനെന്തോ പേര് പറഞ്ഞ ആദ്യം? ബാബു.
ബാബു 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 പേരുണ്ട്, അത് വേറെ പേര്. വേറൊരു പേരും കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം ഒരു വാസുദേവൻ. ഈ വീടിന്റെ 2ാം നിലയാ കാണിക്കുന്നത്. എവിടെ താമസിക്കുന്നു? ഫ്ലോർ. ഇപ്പൊ താഴെയാണോ മേളിലാണോ? മേളില് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് ആണോ? ഇത് ഫ്ലാറ്റ് ആണോ നിങ്ങൾ താമസിക്കുന്നത്? ആണ്. അതിൽ ഈ നമ്മൾ ഈ ഇതിന് നമ്മൾ എന്തോ പറയുന്നത്? 2ാം നിലയാണോ 1ാം നിലയെന്നാണോ പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ അല്ല, അതിന്റെ തൊട്ട് മേളിലിരിക്കുന്ന നില, അതിന് ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറാ. ഓക്കെ, ഗ്രൗണ്ട് അല്ല, മേളത്തേത്. അതിലൊരു 1 2 3 വീട്ടുകാരുണ്ടോ അവിടെ? അതോ 2 വീട്ടുകാരാണോ? 2 വീട്ടുകാരാണോ? ഞങ്ങളുടെ സൈഡിൽ 2. നിങ്ങളുടെ സൈഡിൽ 2. നിങ്ങളൂടെ കൂട്ടിയാണോ 2? ആണോ? 1 2 പേര്. ഇന്ന് സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്ന ഒരു കാഴ്ച പറയും. ഹസ്ബുരിയോ എന്തായിരുന്നു പറഞ്ഞ പേര്? എന്തായിരുന്നു? ഹസ്സ എന്തായിരുന്നു സ്ഥലപ്പേര്? കൊത്ബലാപൂര്. ഓ ഈയോടി. അവിടെ എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. പക്ഷെ ചർച്ച അവിടെ അല്ലല്ലോ. ചർച്ച അവിടെ അല്ല. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ആ ഏറിയൻ കഷ്ടപ്പെട്ടതിന്റെ ഫലം ദൈവം കാണിച്ചു തരുമെന്ന് പറയാം. സ്വന്തമായി ഒന്ന് ദൈവം അവിടെ സെറ്റിൽ ചെയ്യും. നമുക്ക് ഈ ഇരുമ്പൊക്കെ കാണിക്കുന്ന എന്തുവായിരുന്നു ജോലി? ഫാബ്രിക്കേഷൻ. ഇതൊക്കെ കാണിക്കുന്ന തന്നെ ഈ സ്ട്രക്ചറിലൊക്കെ കാണിക്കുന്നു. അങ്ങനെ കർത്താവിനെ കാണിക്കുന്നു സ്ട്രക്ചറിൽ. എന്താ പറഞ്ഞത്? മിഷനറീസ് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നു. നമുക്കതായിരുന്നു ജോലി. അതായിരുന്നോ ജോലി? അവിടെ ആയിരുന്നു ജോലി. ഇപ്പൊ ഇല്ല. ജോലിയില്ല. ഇതൂടെ കേട്ടോ. നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് ഈ വാഹനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങളുടെ മകന് വാഹനവുമായിട്ട് ഷോറൂമൊക്കെ കാണിക്കുന്ന അവൻ്റെ മുന്നിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു, അവിടെ അവന് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും. ഒന്നാം നിലയിൽ 2ാം നിലയിൽ അല്ല 1ാം നിലയിൽ ഞാൻ നിൽക്കുന്നത് റോഡിനോട് ചേർന്ന് ശകല അകത്തോട്ട് കയറിയ ഞാൻ ഈ ഫ്ലാറ്റ് കാണുന്നത്. ആണോ? ആണ്. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് റോഡ് കയറി. ആണോ? വലതുവശത്ത് ഒരു മിനിറ്റ്, ഒരു അടയാളം ഞാൻ പറയാം. ഞാൻ ഈ കേഴുന്ന റോഡിന്റെ മൂലയോട് ചേർന്ന് 2 ബേക്കറി പോലുള്ള കടയാണ്ടുണ്ട്. എനിക്കത് കാണാം. അത് ലഡു അതും ഇതും ഒക്കെ ഇരിക്കുന്ന ഒരു കട. ആണോ? അതാ ഞാൻ അങ്ങനെയൊക്കെ ഒരു ബേക്കറി പോലെ കാണുന്നു. ഈ റോഡിലോട്ട് കയറുമ്പോൾ അതിന്റെ ഇടതുവശത്തായിട്ട് ചേർന്നാ കാണുന്നത്. അത് കാണകത്തോട്ട് കയറി. ഇത് സ്റ്റേറ്റ് ഹൈവേ വല്ലോ ആണോ? ഇത് ആണോ? ഇത് കണക്ട് ചെയ്ത് കിടക്കുന്ന കാണിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, അകത്തോട്ട് കയറി അങ്ങോട്ട് പോകുമ്പോ ഇടതുവശത്താ. ആണോ? ആണോ? അങ്ങോട്ട് പോകുമ്പോ ഇടതുവശം. അങ്ങനെ വഴിക്കുവാ. മൊത്തം ഇതെത്ര? 4 നിലയാണോ ഇത്? ഗ്രൗണ്ട് ഫ്ലോർ ചേർത്ത് 4 നിലയാണോ? 4. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ കൂടെ നിന്നോണം. കർത്താവ് എന്നെ അങ്ങനെ കാണിക്കുന്നു. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്ന വഴി ഏതാ? അകത്ത് ലിഫ്റ്റ് ഉണ്ടോ? ലിഫ്റ്റ് ഇല്ല. ഒരു ഇടതുവശത്ത് കാണുന്ന ഈ സ്റ്റെപ്പാണോ ഇതിന്റെ വഴി? ഇടതുവശത്ത് കാണുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഇടതുവശത്ത്. ആണോ?
അതാണോ സ്റ്റെപ്പ്? അങ്ങോട്ട് കയറാനുള്ള വഴിയാണോ? ആണ്. ഒന്ന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നറിയോ? ഞാൻ പറയട്ടെ അതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ പറയാം, സമ്മതിച്ചോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 സ്റ്റെപ്പുണ്ട്. ഈ വീട്ടിൽ ചെന്ന് മോനെ വിളിച്ച് ചോദിക്കണം എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിക്കണം. അപ്പം മകൻ പറയും. ഇതിലാദ്യം കാണുന്നതാണോ നിങ്ങളുടെ വീട്? ആദ്യത്തെയാണോ നിങ്ങളുടെ വീട്? രണ്ട് മുറിയാണോ ഇതിൻ്റെ അകത്ത്? 2 റൂം. എനിക്കിത് കാണാം, 2 റൂം കാണാം. അപ്പുറത്തെ മുറിയിലാണ് നാരങ്ങയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് അങ്ങേ സൈഡിൽ. അതെന്തുവാന്ന് ആർക്കറിയാം? പക്ഷെ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ഇതിൻ്റെ അകത്തൊരു അത്ഭുതം നടക്കട്ടെ, ഒരത്ഭുതം നടക്കട്ടെ. വാതിലുകൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ഇളം പച്ച പോലടിച്ചൊരു പെയിന്റ് ആണോ? ആന്ന്. അതെന്റെ കർത്താവ് കാണിക്കുന്നു. ഒരു വാതിൽ തുറക്കട്ടെ ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു വാതിൽ, ഒരു 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 അത്ഭുതം നടക്കും. അത് മകനുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കർത്താവിനെ കാണിക്കുന്നു. ഇവിടുന്ന് മാറി ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത്, അവിടാണോ ചർച്ച്? 5 കിലോമീറ്റർ അപ്പുറത്ത് ചർച്ച് എന്നെ കർത്താവ് കാണിക്കുന്നു. ഈ 8 കിലോമീറ്റർ ഉണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ട്. 5 കിലോമീറ്റർ അപ്പുറമാണ് കാണിക്കുന്നത്. ഒരു കുരിശൊക്കെ ഇട്ടൊരു സംഭവം. നിങ്ങളുടെ ചർച്ചാണോ അത്? അതാരുടെ ചർച്ച്? ഒരു വേറൊരു ചർച്ച് അതാണോ നിങ്ങളുടെ ചർച്ച? അല്ല, അവിടെ നടത്തുകയാണ്. അതിനകത്ത് എൻ്റെ അകത്ത് നടത്തുകയാണ്, സ്വന്തമായിട്ടല്ല. അയ്യോ എൻ്റെ ദൈവമേ, എവിടാണേലും അത് നടത്തുന്നുണ്ടോ? ഉണ്ട്. അതിൻ്റെ അകത്ത് 2-3 സർവീസ് ഉണ്ടോ? 3 കൂട്ടർ നടത്തുന്നുണ്ടോ അതിനകത്ത്? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. എന്തോന്നെങ്കിലേ പറഞ്ഞേ? ഉണ്ട്, സർവീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ സർവീസ് അല്ലാതെ വൈകിട്ട് ഉച്ചയ്ക്ക് ഒരു സർവീസ് ഉണ്ട്, വൈകിട്ടും ഒരു സർവീസ് ഉണ്ട്. അറിയാമോ? നോക്കിയാൽ മതി. 2 സർവീസ് അല്ലേ ഇപ്പോൾ ഉള്ളത്. ഇനി അല്ല, ഒരു സർവീസ് കൂടെ ഉണ്ട്. ഒരു ബ്രദറം പോലത്തെ കൂട്ടായ്മയുടെ ഒരു സർവീസ് ഉണ്ട് അതിനകത്ത്. അറിയാമോ? അത് ചോദിച്ചാൽ മതി. കാരണം അതൊരു കുരിശൊക്കെ വെച്ചൊരു സംഭവം ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്തല്ലേ നമ്മൾ നടത്തുന്നത്. ആളുണ്ടോ ഇതിനകത്ത്? ആളുണ്ട്, 26 പേരുണ്ട്. മൊത്തം പേരും കൂടെ വന്നാൽ മൊത്തം പേരും വരുത്തില്ലല്ലോ. ഇന്ന് എത്ര പേരുണ്ടെന്നറിയോ അതിൻ്റെ അകത്ത്? ഇന്ന് എത്ര പേരുണ്ട്? ഇന്നൊരു 22 പേര് കാണത്തുള്ളൂ. എത്രയുണ്ട്? കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടിയാണോ? എല്ലാരും കൂടെ കൂട്ടി 17 മുതിർന്നവരുണ്ട്. 17 മുതിർന്നവരുണ്ട്, ബാക്കി കുഞ്ഞുങ്ങളാ. ഒരടയാളം കൂടെ. ഈ ഈ ഈ ചാൾസ് അതാരാ? അങ്ങനെ ഒരാൾ ഇന്ന് അതിൻ്റെ അകത്തുണ്ട്. പുതിയ ഒരാൾ. ഇതിൻ്റെ അകത്തൊരു അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങളൊരു മീറ്റിംഗ് ഇവിടെ നടത്തണം, ഒരു വലിയ മീറ്റിംഗ് നടത്തണം. ദൈവം ഇതിനെ വർദ്ധിപ്പിക്കും. വന്നിരിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. അത് ഇച്ചിരി വിഷയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ കാണും. ഒരു വസ്തു സംബന്ധിച്ചൊരു വിഷയം. ദൈവം അതിൻ്റെ ഒരു അത്ഭുതം ചെയ്യും. ഈ ചെങ്ങന്നൂർ ഭാഗത്ത് എവിടെയെങ്കിലും ആണോ വീട്? ഇവിടെ കരിങ്ങാട്ടിൽ. എവിടെ?
കരിങ്ങാട് ആച്ചറിയുടെ അടുത്ത്. എവിടാ ചാത്? ആച്ചറി, ഈ ഹാച്ചറിയുടെ കൂടെ. സെൻട്രൽ ആച്ചറിയുടെ അപ്പുറത്ത്. ഇങ്ങനെ കൈ കാണിച്ച് അത് ചെങ്ങന്നൂരാ, അങ്ങോട്ട് ഹാച്ചറി ഇവിടെ അല്ലേ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പോകുമ്പം അടുത്ത 10 ദിവസം കൊണ്ട് 2 മിറക്കിളൂടെ ദൈവം ചെയ്യും. മകനുമായി ബന്ധപ്പെട്ട് ദൈവം അത് ചെയ്യും. തകർന്നിരിക്കുന്നിടത്തും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. എഴുതിയിട്ടോ ഫ്ലക്സ് ബോർഡുകളിൽ അവന്റെ പേര് വരും. കർത്താവ് കൂടെയുണ്ട്. ഇരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.